കോട്ടയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുപോലെ ഒരു സത്യാഗ്രഹം ഉപവാസം ഇരിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ ഗവൺമെന്റിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. കേരളത്തിൽ അതിവേഗം പുരോഗതി പ്രാപിക്കുന്ന ഒരു നഗരമാണ് കോട്ടയം. ഈ കോട്ടയത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്ന നിലയിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതിമനോഹരമായ റോഡുകൾ, നിരവധിയായ വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധിയായ കർമ്മ പരിപാടികൾ അദ്ദേഹം കോട്ടയത്തെ MLA ആയ ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. ഒരു MLA എന്ന നിലയിൽ UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഈ നിയോജകമണ്ഡലത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് അദ്ദേഹം ചെയ്തത് എന്ന് കോട്ടയത്തെ അറിയാവുന്ന നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി, ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ഒരു ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കോട്ടയത്തുണ്ടായിട്ടുള്ള ഈ വികസനമെല്ലാം. കോട്ടയത്തിന് മുമ്പ് CPM-ന്റെ മന്ത്രിമാരുണ്ടായിട്ടില്ലേ? കോട്ടയം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഞാൻ MP ആയിരിക്കുമ്പോൾ അന്ന് ഇവിടെ CPM-ന്റെ MLA-മാരായിരുന്നു. അവർ മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്തരം വികസനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതൊരു സത്യമല്ലേ? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയ ശേഷം ഈ നാടിനുണ്ടായിട്ടുള്ള മാറ്റവും വളർച്ചയും പുരോഗതിയും ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു MLA എന്നാൽ 24/7 എന്ന് ജനങ്ങളെ പഠിപ്പിച്ചയാളാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കക്ഷി വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വേർതിരിവില്ലാതെ ഏത് പ്രശ്നത്തിലും ഇടപെടുകയും ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തന ശൈലിയുടെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കോട്ടയത്തെ ട്രാഫിക് കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി ഈ ആകാശപാതയെ പറ്റി ആലോചിച്ചത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മനസ്സിൽ പൊട്ടിവിളർന്ന ഒരാശയമാണെങ്കിലും അതിന് സാങ്കേതികമായി അത് ഫീസിബിൾ ആണോ എന്ന് പരിശോധിക്കാൻ കേരള ഗവൺമെന്റിന്റെ ഏജൻസിയായ നാഡ്പാക്കിനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. നാഡ്പാക്കാണ് കേരളത്തിലെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആധികാരികമായ ശബ്ദം. എന്റെ നിയോജകമണ്ഡലത്തിലും നാഡ്പാക്ക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ധാരാളം പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. നാഡ്പാക്കിന്റെ സ്റ്റഡി നടന്നു. അടിസ്ഥാന വികസന രംഗത്ത് ശാസ്ത്രീയമായ സമീപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാഡ്പാക്ക് നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായി 5,80,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ആകാശപാത പണിയാം എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ദിവസം 1,00,000-ഓളം വാഹനങ്ങളാണ് ഈ കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗമായ KK റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ ദൈനംദിനം ഈ പ്രദേശം കാണുന്നവരാണ്. കാൽനടയായി ഏതാണ്ട് 12,000-ഓളം ആളുകൾ കാൽനടയായി ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട്. വാഹനക്കുരുക്കിൽപ്പെട്ട ആളുകൾക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. വാഹനക്കുരുക്കിൽപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാഡ്പാക്ക് ഇതുപോലൊരു ആകാശപാത വേണമെന്നുള്ള തീരുമാനത്തിലെത്തിയത്.
കോട്ടയത്ത് മാത്രമല്ല, കൊല്ലത്തും തൃശൂരിലും ഇതേ രീതിയിലുള്ള ആകാശപാത അന്ന് ആരംഭിച്ചിരുന്നു. അന്ന് ആരംഭിച്ച കൊല്ലത്തെ ആകാശപാതയുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. തൃശൂരിലെ ആകാശപാത ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കോട്ടയത്ത് മാത്രം പൂർത്തിയായില്ല. കാരണം കോട്ടയത്ത് UDFന്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നുള്ളത് കൊണ്ടാണ്. തൃശൂരിലും കൊല്ലത്തും അത് പൂർത്തിയായത് അവിടെ LDF MLA-മാരായതുകൊണ്ടാണ്. ആരോ ഒരാൾ കോടതിയിൽ പോയി, ബഹുമാനപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കക്ഷി ചേർന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അടിയന്തരമായി പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ്. ജില്ലാ കളക്ടർ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ അന്തിമമായി ഗവൺമെന്റ് വേണ്ടേ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്? ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയല്ല, ഏതെങ്കിലും ഒരു സ്വകാര്യ കരാറുകാരനല്ല. കേരള ഗവൺമെന്റിന്റെ തന്നെ ആഭിമുഖ്യത്തിലുള്ള കിഡ്കോ എന്ന് പറയുന്ന ഏജൻസിയാണ്. കേരളത്തിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കിഡ്കോ എന്ന സ്ഥാപനമാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. 1,30,00,000 രൂപ ഇതിനകം ചെലവാക്കിയിരിക്കുന്നു. ബാക്കി പണം അനുവദിക്കാതെ കഴിഞ്ഞ 8 വർഷക്കാലം കോട്ടയത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.